ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളുടെ ഹീറോയുടെ ഏറ്റവും പുതിയ എക്സ്പൾസ് 200T4V. അപ്പോൾ ഈ വണ്ടിയിൽ കുറച്ച് രൂപമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പ്ലസ് നമ്മളുടെ പുതിയ നോംസിനനുസരിച്ച് OBD2 വേരിയൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ടൈം കളയുന്നില്ല, ഡയറക്റ്റ് ഇതിൻ്റെ ലുക്സ് കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആയിട്ടൊരു ചെറിയൊരു വിൻഷീൽഡ് ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ പ്രീവിയസ് ആ ഒരു LED ഹെഡ് ലാമ്പ്സ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതായത് നമ്മളുടെ പുതിയ എക്സ്പൾസിൻ്റെ ഹെഡ്ലൈറ്റ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള പകരം സെയിം മുന്നത്തെ ആ ഒരു ഹെഡ് ലാമ്പ്സ് തന്നെയാണ് അവർ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ സസ്പെൻഷൻ്റെ അവിടെ കവറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ഭംഗിയാണ് കൊണ്ടുവന്നത്. ആൻഡ് ഇത്തിരി നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ഒരു കവറിങ് കൊണ്ടുവന്നത്. നമ്മുടെ സസ്പെൻഷൻ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് തടയാനായിട്ട് പറ്റും. ആൻഡ് നമ്മുടെ സെയിം ഓൾ ടെലസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്. ആൻഡ് നമ്മുടെ 17 ഇഞ്ച് അലോയ്സ് ഫ്രണ്ടും ബാക്കും സെയിം സൈസ് തന്നെയാണ്. ആൻഡ് ഡിസ്ക് ബ്രേക്സ് കുഴപ്പമില്ല എന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് അത്ര സൂപ്പർ ഫീഡ്ബാക്ക് അല്ല വരുന്നത്. ഒരു ഓക്കേഷ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ബ്രേക്സ് ആണ് എനിക്ക് ഫീഡ്ബാക്ക് തോന്നിയത്. ടയേഴ്സ് കാര്യങ്ങൾ വരുമ്പോൾ ഇതിലൂടെയും നമ്മുടെ റോഡ് ഫ്രണ്ട്ലി ഉള്ള ടയേഴ്സാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ വരുമ്പോൾ 100ഉം ബാക്കിലെ ടയേഴ്സ് എന്ന് പറയുന്നത് 113 സെഗ്മെൻറ്റുമായിട്ടാണ് വരുന്നത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബാക്കിലെ ബ്രേക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ബാക്കിൽ ഓക്കേഷ് എന്നുള്ള രീതിയിലാണ്. ഭയങ്കര ഷാർപ്പ് ബൈറ്റോ കാര്യങ്ങളൊന്നുമല്ല. ഫ്രണ്ടിൽ നിന്നാണെങ്കിലും ബാക്കിൽ നിന്നാണെങ്കിലും രണ്ടും ഒരേ രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. ആൻഡ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ പുതിയ എഞ്ചിൻ OBD നോംസിനനുസരിച്ചിട്ടുള്ള എഞ്ചിനാണ്. ഇതെന്ന് പറയുന്നത് ഓയിൽ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. 4 വാൽവാണ്. അതേപോലെ തന്നെ ഇത് ഏകദേശം 18.9 BHPയും 17.35 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഏകദേശം നമ്മളുടെ എക്സ്പൾസ് 200ൻ്റെയൊക്കെ ഈക്വൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് എഞ്ചിനിൽ നിന്നുള്ള ആ ഒരു റെസ്പോൺസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ആ എക്സ്പൾസിൽ നിന്ന് വ്യത്യാസം വന്നത് സസ്പെൻഷൻ കാര്യങ്ങളും സീറ്റിങ്ങിലുള്ള ചെറിയ വ്യത്യാസമൊക്കെയാണ് വരുന്നത്. ആൻഡ് നമുക്കിങ്ങനെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ ഒരു ടെയിൽ ലാമ്പ്സ് ഇതാണ് ഇതിനകത്ത് മെയിൻ അട്രാക്ഷൻ, മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. മുന്നത്തെ വേർഷനിൽ നിന്ന് വരുമ്പോൾ ഇവിടെ ഒരു കട്ട് ചെയ്തിട്ടുള്ളൊരു ടൈപ്പ് ടെയിൽ ടൈഡി ആ ഒരു ബാക്കാണ് വരുന്നത്. പിന്നെ LED ലൈറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ ടെയിൽ ലാമ്പ്സ് ഇതിനകത്ത് ചെറിയൊരു രൂപമാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടയർ ഹഗ്ഗർ അത്യാവശ്യം നല്ല സോളിഡായിട്ടായിട്ടുണ്ട് അവിടെ അവരുണ്ടായിരിക്കണം. ഒരു തരത്തിലുള്ള ഫ്ലിംസിനെസ്സോ കാര്യങ്ങളൊന്നുമില്ല. നല്ല സോളിഡായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ആയിട്ടാണ് നമ്മളുടെ ആ ഒരു നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇനി മറ്റൊരു ഇതിനകത്ത് ചേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ കളർ സ്കീമിലാണ് ഒരു റെഡ് ബ്ലാക്ക് കളർ സ്കീമായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻറ്റ് ലുക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കാര്യങ്ങൾ വരുന്നത് അത്യാവശ്യം ഡീസൻറ്റ് സീറ്റാണ്. അത്യാവശ്യം എനിക്ക് ഒരു കുഷ്യൻ കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. വലിയ ഹാർഡോ കാര്യങ്ങളൊന്നും സീറ്റിൻ്റെ ഭാഗത്ത് തോന്നിയിട്ടില്ല. ഇനി നമുക്ക് മീറ്ററിൻ്റെ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ സ്വിച്ച് ഗിയേഴ്സൊക്കെ അത്യാവശ്യം അടിപൊളി സ്വിച്ച് ഗിയേഴ്സാണ്. ഇത്തിരി കൂടിയും നമ്മുടെ ആദ്യമൊക്കെ ഇറങ്ങിയ സമയങ്ങളിലുള്ള സ്വിച്ച് ഗിയേഴ്സിനെ അപേക്ഷിച്ച് കുറേ കൂടി ഒരു ക്വാളിറ്റി ഫീൽ നമുക്ക് ആ ഒരു സ്വിച്ച് ഗിയേഴ്സിലുണ്ട്. ഇവിടെയെന്ന് പറയുന്നത് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ബ്രൈറ്റ് ഡിമ്മ്, അതേപോലെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ, പിന്നെ പാസ് ലൈറ്റ് ആയിട്ടുള്ള സ്വിച്ച്. ഇവിടെ വരുമ്പോൾ അവിടെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇഗ്നിഷൻ്റെ എഞ്ചിൻ കിൽ സ്വിച്ചും എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ മീറ്റേഴ്സിൽ വരുമ്പോൾ നമ്മളുടെ പുതിയ എക്സ്പൾസിലുള്ള സെയിം മീറ്റേഴ്സാണ്. എന്നാൽ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രം വരുത്തിയിട്ടുള്ളൂ. അതായത് നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്കൊരു ടാക്കോമീറ്റർ കാര്യം കാണാം, സ്പീഡോമീറ്റർ ഉണ്ട്, ഗിയർ പൊസിഷൻ ഉണ്ട്, ഓഡോമീറ്റർ ഉണ്ട്, ഇവിടെ ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്, അതായത് ഓഡോമീറ്ററിൻ്റെ വരുന്നുണ്ട്, ടൈം വരുന്നുണ്ട്. ഇതിവിടെ ആയിട്ട് നമ്മളുടെ ഫ്യൂവലിൻ്റെ ഒരു ഇത് കാണിക്കും. മുകളിലായിട്ട് വാർണിംഗ് ലാമ്പ്സ് ഒക്കെ ആണെങ്കിൽ സൈഡ് സ്റ്റാൻഡ് ഫ്യൂവലിൻ്റെ നമ്മൾ അടിക്കാറാവുമ്പോൾ വാർണിംഗ് ആയിട്ട് കാണിക്കുന്നതാണ്. ബ്രൈറ്റ് ഉള്ളത് ന്യൂട്രൽ, ABS വാർണിംഗ്, ഇവിടെ ഇഗ്നിഷൻ ഉള്ളത്. ഇതിൻ്റെ ഇടയിൽ മറ്റെന്തോ കൂടിയാണ്, അതായത് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിനുള്ള ലൈറ്റാണ് അവിടെ വരുന്നത്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ ട്രിപ്പ് വരുന്നുണ്ട്, ട്രിപ്പ് 1 വരുന്നത്. അതിനകത്ത് ആവറേജ് കാണിക്കും, ടൈം കാണിക്കും, എത്ര ദൂരം ഓടി, എത്ര സമയം ഓടി എന്നുള്ളത്, ഡേറ്റ് കാണിക്കുന്നുണ്ട്. ഇനി ട്രിപ്പ് 2 വരുമ്പോൾ സെയിം ഇതേ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണിക്കുന്നു. ഇനി ഇവിടെ വരുമ്പോൾ അവിടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അതായത് 10x10 നാവിഗേഷൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ഈക്കോ, ഇതൊരു മോഡാണ്. സെയിം സംഭവം നമ്മളുടെ പുതിയ എക്സ്പൾസിൽ വരുമ്പോൾ അതിനകത്ത് മാറ്റം വരുന്നുണ്ട്. അതിനകത്ത് മോഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. മോഡ് അനുസരിച്ച് ABS ഒക്കെ മാറുന്നുണ്ട്. ബിക്കോസ് അതൊരു ഓഫ് റോഡ് സെൻട്രിക് ബൈക്കാണ്. അപ്പോൾ അതിനകത്ത് അത് നല്ല രീതിക്ക് യൂസ്ഫുൾ ആവും. ഇതൊരു റോഡ് വേർഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇതൊക്കെ തന്നെ ധാരാളമായിട്ട് വന്നത്. മീറ്റേഴ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ ഇത്തിരി ബെറ്റർ ആവുമെന്ന് തോന്നി. ആൻഡ് ഇതിവിടെ ആയിട്ട് നമ്മളുടെ USB ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്ത് തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വരുമ്പോൾ ഏകദേശം 177 ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എക്സ്പൾസിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്.
നേരത്തെ പറഞ്ഞു എക്സ്പൾസ് എന്ന് പറഞ്ഞൊരു ഓഫ് റോഡ് സെൻട്രിക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു റോഡ് ബേസ്ഡ് ആണ്. അപ്പോൾ എല്ലാ രീതിയും അതിനനുസരിച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ആൻഡ് സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ സൂപ്പർ ലോ ആണ്. ഏകദേശം 178 സംതിങ് ആണ്ട് വരുന്നുള്ളൂ. സോ ഞാനിപ്പോൾ കയറിയിരിക്കുകയാണെങ്കിൽ എനിക്ക് അടിപൊളിയായിട്ട് രണ്ടും പ്ലാന്റഡ് ഫുഡാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ബാക്കി ഞാൻ ഓടിച്ചുകൊണ്ട് പറയാം. അതിന് പിന്നെ വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. ബാക്കി ഓടിച്ചു പറയാം. എനിക്ക് കമ്പനി തരാൻ വേണ്ടി വന്നിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഒരുപാട് പേരുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നതിന് മിറേഴ്സ് കാര്യങ്ങൾ നമ്മൾ അധികം കണ്ടിട്ടുള്ള മിറേഴ്സ് പോലെ തന്നെ ഇത്രയും പോർഷൻ കവേർഡാണ്. ബാക്കി ഈ ഒരു മുക്കാൽ പോർഷനാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം വിസിബിളാണ്. എനിക്കൊരു തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മിറർ പൊട്ടിക്കും കൂടിയും ഫോർവേഡായിട്ടൊന്ന് ഇരിക്കുകയായിരുന്നെങ്കിൽ ഇത്തിരി നന്നായിരുന്നു എന്ന് തോന്നി. അതെനിക്ക് തോന്നിയൊരു ഫീഡാണ്. പിന്നെ നമ്മുടെ ടാങ്ക് പറയുകയാണെങ്കിൽ ഏകദേശം 13 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ സ്ഥിരം പുതിയ നോംസ് E20യുടെ നോംസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോവാം. സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ടായത് നമ്മളിപ്പോൾ ഞാൻ കാണിച്ചു തരാം. സൈഡ് സ്റ്റാൻഡ് ഇട്ടു, ക്ലച്ച് വിട്ടു, വണ്ടി ഇപ്പോഴും ഓണാണ്. ബട്ട് ഞാൻ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫാവും. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ്. നോ പ്രോബ്സ്. പിന്നെ വണ്ടി എടുക്കാം. അപ്പോൾ ബാക്ക് ഓൺ റോഡ്സ്. ഇപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഫുഡ് പെഗ് കാര്യങ്ങൾ കുറച്ച് ഫോർവേഡ് സെറ്റായിട്ടാണ് തന്നെ. സോ നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡ് ബൈക്കുള്ള പോലെ നമ്മൾ എണീറ്റ് നിന്ന് ഓടിക്കുകയാണെങ്കിൽ മിക്കവാറും ഞാൻ ഇവിടെ ഇട്ട് വരും. ആ രീതിയിലേക്ക് മുന്നോട്ട് വല്ലാണ്ട് അഞ്ഞു പോവും. അത് ഞാൻ മെയിൻ റോഡിലേക്ക് ഒന്ന് കയറി കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്ന് കാണിച്ചു തരാം. വണ്ടിയുടെ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ പവറിനോട് ഏകദേശം തൊട്ടടുത്ത് തന്നെ ടോർക്ക് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഞാൻ ഫുൾ കട്ട് ചെയ്തു, വിടുമ്പോൾ ഒരു ചെറിയ ചാട്ടം അവിടെ വരും. അത് ഷോ യു. ഞാനിപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണു. ഞാനിപ്പോൾ കട്ട് ചെയ്തു, കണ്ടോ ഒരു ചാട്ടം അവിടെ വരുന്നുണ്ട്. ഞാൻ ചെറിയ പുഷ് കൊടുക്കണുള്ളൂ, ഇപ്പോഴും വണ്ടിക്ക് ഒരു ചാട്ടം വരുന്നുണ്ട്. ഞാൻ വണ്ടിയുടെ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ അത് ഷോ യു. ഏകദേശം ടാങ്കിനോട് നേരെ ഈ ഒരു ഏരിയയിലായിട്ട് തന്നെയാണ് ഞാൻ വരുന്നത്. നമ്മൾ മുന്നോട്ട് ഇപ്പോൾ ഏകദേശം വണ്ടിയുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. വലിയ ലാഗോ കാര്യങ്ങളൊന്നും എവിടെയും തോന്നിയില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പോയി. ഞാൻ ഹൈവേയിൽ പോകുമ്പോൾ ഏകദേശം ഒരു ഫോർത്ത് ഗിയറിൽ ഒരു 35-40 ആ റേഞ്ചിൽ പോയിട്ട് പുഷ് ചെയ്തിട്ട് ഞാൻ 70 വരെയും കയറ്റിയതാണ്. എനിക്ക് വലിയ ഇഷ്യൂ കാര്യങ്ങളൊന്നും തോന്നിയില്ല എവിടെയും. ആകെ എനിക്കിട്ട് തോന്നിയൊരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു 4th ഇയറിൽ നിന്നിട്ട് ഒരു 35 അല്ലെങ്കിൽ ഒരു 30-ലൊക്കെ നിന്നിട്ട് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ചെറിയ രീതിക്ക്, അല്ലെങ്കിൽ ഒരു 5th ഇയറിലാണ് ശരിക്കും എവിഡൻ്റ് ആയിട്ട് തന്നെ ഒരു 35-40-ലൊക്കെ നിന്നിട്ട് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാൻഡിൽസിലേക്കായിട്ട് ചെറിയൊരു രീതിക്കൊരു തട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊഴിച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ വൈബ്രേഷൻ കാര്യങ്ങളൊന്നും എവിടെയും തോന്നണില്ല. ഇത്തിരി കൂടി റിഫൈൻഡാണ്. മുന്നത്തേലും നല്ല രീതിക്ക് തന്നെ റിഫൈൻമെൻറ്റ് ആ ഒരു എൻജിൻ ഗെയിൻ ചെയ്തിട്ടുണ്ട്. ആ സൗണ്ട് കേട്ടാലും അറിയാൻ പറ്റും കേട്ടോ ആ ഒരു റിഫൈൻമെൻറ്റ് എന്തോരം ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പം ഇനി ഹൈവേയിൽ കയറിയിട്ട് ബാക്കി അറിയാം. ഇനി ഗിയർ ഷിഫ്റ്റ് കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഗിയർ ഒരു പൊട്ടിക്ക് ഹാർഡർ സൈഡിലായിട്ടാണ് വന്നത്. അതായത് നമ്മൾ അപ്പ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഇഷ്യൂ തോന്നുന്നില്ല. ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഹാർഡ്നെസ് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ സംഭവം കയറി പോകുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും എവിടെയും തോന്നിയില്ല. ബട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിലാണ് ഒരു ചെറിയൊരു പിടുത്തം എവിടെയോ തോന്നണത്. എന്തെങ്കിലും നല്ല പുഷ് ചെയ്യാൻ പറ്റിയ സ്പോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സസ്പെൻഷനെ പറ്റി ഒരു ഐഡിയ കിട്ടും. സോ
വെൻ ഇറ്റ് കംസ് ടു സസ്പെൻഷൻ ഇത്തിരി ഹാർഡർ സൈഡിലാണ്. അതായത് ഏകദേശം നമ്മളിപ്പോൾ ഒരു കോർണറൊക്കെ ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ഫ്ലിംസി ആയിട്ടുള്ളൊരു സസ്പെൻഷൻ അല്ലെങ്കിൽ നല്ല സോഫ്റ്റർ ആയിട്ടുള്ളൊരു സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് കോർണർ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയില്ലെന്ന് വരും. അപ്പോൾ അതിനുവേണ്ടി ആയിരിക്കാം സസ്പെൻഷൻ കുറച്ച് ഒരു പൊടിക്ക് ഹാർഡർ സൈഡിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ ചെറിയ ഗട്ടേഴ്സൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതായത് കയ്യിൽ നമുക്ക് ഫീൽ ചെയ്യും അതിൻ്റെയൊക്കെ. ബട്ട് നമ്മൾ കോർണർ ചെയ്യണ ടൈമിൽ നമ്മൾ ചെറിയ രീതിയിൽ കോർണർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലേക്ക് എനിക്ക് അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ തോന്നിയത്. വലിയ പ്രശ്നമായിരുന്നു, ഒരു കോൺഫിഡൻസ് കുറവോ കാര്യങ്ങളൊന്നും എനിക്ക് എവിടെയും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് ഒരു വോബിൾ ചെയ്യണ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഹയർ സ്പീഡ്സിൻ്റെ ഒക്കെ ഞാൻ ഒരു 70-75 വരെ ഞാൻ പുഷ് ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് പുഷ് ചെയ്ത് റിസ്ക് ആയതുകൊണ്ട് ഞാൻ പുഷ് ചെയ്തില്ല. കാരണം ഇവിടെ എവിടേക്കാണ് പോലീസ് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ അതുവരെ ഞാൻ പുഷ് ചെയ്തുള്ളൂ. അതുവരെ എനിക്ക് വലിയ കോൺഫിഡൻസ് കുറവോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. അത്യാവശ്യം വണ്ടി സ്റ്റഡി ആയിട്ട് തന്നെയാണ് തോന്നിയത്. ഓക്കേ, എൻ്റെ ടേണിങ് റേഡിയസ് നിങ്ങളിപ്പോൾ കണ്ടല്ലോ. ഇപ്പോൾ ടേണിങ് റേഡിയസ് ഏകദേശം ഒരു ഓക്കേഷ് ആയിട്ടുള്ളൊരു ടേണിങ് റേഡിയസാണ്. ഭയങ്കര കൂടുതലുമല്ല ഭയങ്കര കുറവുമല്ല. എന്നാലും നമുക്ക് മോശമില്ലാത്ത രീതിക്ക് നമുക്ക് വളച്ചെടുത്തുകൊണ്ടൊക്കെ പോവാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത്. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളെയും നിങ്ങൾക്ക് ചോദിക്കാം, താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതേപോലെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കതും താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ചോദിക്കുക. അതല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ ഇവിടെ കൊടുത്തേക്കാം, അത് കൂടി ചോദിക്കണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. അപ്പോൾ നമുക്ക് ഈ വണ്ടി വന്നിരിക്കുന്നത് നമ്മളുടെ ആലുവയിലുള്ള മെഗാ മോട്ടോഴ്സാണ്. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ബേസ്ഡ് കാര്യങ്ങൾക്ക്, ഓണർഷിപ്പ് ബേസ്ഡ് കാര്യങ്ങൾക്കൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. സോ അതിന് മറ്റൊരു വീഡിയോ വരാൻ കഴിയുന്ന പ്രതീക്ഷയോടെ എം ജെ ആൻഡ് ഐ വിൽ കാച്ച് യു നെക്സ്റ്റ് വൺ. ബൈ.